മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരുടെ കൈകളിലാണ് ഈ രാജ്യത്തിന്റെ ജീവസ്പന്ദനം. നെല്ലും നീരും തന്ന് നമ്മെ ഊട്ടുന്ന അന്നദാതാക്കളുടെ മുഖത്തൊരു ചെറുപുഞ്ചിരി വിടർത്താൻ നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവിൽ നിന്നും ആവശ്യപ്പെട്ടൊരു കൈത്താങ്ങുണ്ട്, അവകാശപ്പെട്ടൊരു കൈത്താങ്ങുണ്ട്. അതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. എന്നാൽ കർഷകരുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്ന ചില സംശയങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോകുന്നത്. ഈ സഹായം ഇനിയും ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മറുപടി എന്താണ്? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ പണം എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ 3 നിർണായക കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷക കുടുംബങ്ങളുടെ ആശങ്കകൾക്ക് വിരാമമിട്ട് വളരെ സന്തോഷകരമായ ഒരു ഔദ്യോഗിക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പദ്ധതി എത്ര കാലം നീണ്ടു നിൽക്കും എന്ന വലിയൊരു ചോദ്യത്തിന്മേലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം വെളിച്ചം വീശിയിരിക്കുന്നത്. വരും വർഷങ്ങളിലും ഈ സാമ്പത്തിക സഹായം യാതൊരു തടസ്സവുമില്ലാതെ തുടരുമെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഉറപ്പു നൽകിയിരിക്കുന്നു. വരുന്ന 5 വർഷക്കാലത്തേക്കു കൂടി പദ്ധതിയുടെ കാലാവധി നീട്ടാനാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി 2030-31 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലേക്ക് ഏകദേശം 3.15 ലക്ഷം കോടി രൂപയുടെ കൂറ്റൻ തുകയാണ് മുൻകൂറായി വകയിരുത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ ഈ സുപ്രധാന തീരുമാനം വഴി ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് കൃഷി ആവശ്യങ്ങൾക്കുള്ള തുടർച്ചയായ പിന്തുണയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുന്നു. PM കിസാൻ പദ്ധതി വഴി അർഹരായ ഓരോ കർഷകനും പ്രതിവർഷം 6000 രൂപ വീതമാണ് സാമ്പത്തിക സഹായമായി ലഭിക്കുന്നത്. ഒറ്റത്തവണയായിട്ടല്ല, മറിച്ച് ചെറിയ ഗഡുക്കളായിട്ടാണ് ഈ തുക നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുന്നത്. തുക വർദ്ധിപ്പിക്കണമെന്ന ന്യായമായ ആവശ്യം കർഷകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നുവെങ്കിലും പ്രതിവർഷം 10 കോടിയോളം വരുന്ന കർഷകർക്ക് ഈ തുക തടസ്സമില്ലാതെ എത്തിക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക ഉത്തരവാദിത്തമാണ്. ഇടനിലക്കാരുടെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കി അർഹരായവരുടെ കൈകളിൽ നേരിട്ട് പണമെത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ (DBT) പദ്ധതികളിൽ ഒന്നാണ് ഇത്. പദ്ധതിയുടെ തുടക്കകാലത്ത് ഇതിന്റെ അപേക്ഷാ വിതരണവുമായി ബന്ധപ്പെട്ട് ചില വ്യാജ പ്രചരണങ്ങൾ സമൂഹത്തിൽ പരന്നിരുന്നു. ഈ പദ്ധതിയിൽ അംഗമായാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാകും, പിന്നീട് സ്ഥലം വിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള തെറ്റായ ഭയത്താൽ പലരും അപേക്ഷിക്കാൻ മടിച്ചു. എന്നാൽ അത്തരം പ്രചരണങ്ങളിൽ യാതൊരുവിധമായ വാസ്തവമില്ലെന്ന് പിന്നീട് തെളിഞ്ഞു. ചെറുകിട കർഷകർക്ക് പോലും യാതൊരു നിയമ തടസ്സങ്ങളുമില്ലാതെ ഈ സഹായം കൈപ്പറ്റാം. മുൻപ് അപേക്ഷിക്കുവാൻ സാധിക്കാത്തവർക്കും പുതുതായി ഭൂമി സ്വന്തമാക്കിയവർക്കും ഇപ്പോഴും ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതുമാണ്. കർഷകർ അറിഞ്ഞിരിക്കേണ്ട 3 നിർണായക കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. KYCയും ഫാർമേഴ്സ് ഐഡിയും. കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഗഡു തുക യാതൊരു മുടക്കവുമില്ലാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തണമെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. ബയോമെട്രിക് KYC. ഇത് പൂർത്തിയാക്കുക. പല കൃഷിഭവനുകളിൽ നിന്നും ഇതിനായുള്ള അറിയിപ്പുകൾ നൽകി വരുന്നുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ്, ഭൂമിയുടെ ആധാരം, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി അക്ഷയ കേന്ദ്രം വഴിയോ CSC വഴിയോ KYC നടപടികൾ ഉടൻ പൂർത്തിയാക്കുക. ജൂൺ 30 എന്ന രീതിയിൽ പ്രചരിച്ച തീയതികൾ തെറ്റാണെങ്കിലും അടുത്ത ഗഡു എത്തുന്നതിന് മുൻപ് ഇത് തീർച്ചയായും ചെയ്തിരിക്കണം. ഫാർമേഴ്സ് ഐഡിയും അഗ്രിസ്റ്റാക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക പദ്ധതികളുടെ ഏകീകൃത ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി നൽകിയിട്ടുള്ള ഫാർമേഴ്സ് ഐഡിയുടെ സ്റ്റാറ്റസ് പോർട്ടലിൽ ഇടയ്ക്കിടെ ലോഗിൻ ചെയ്ത് ഉറപ്പുവരുത്തുക. ഇത് ഭാവിയിലെ മറ്റ് സബ്സിഡികൾക്കും മുൻഗണന നൽകും. രേഖകളുടെ കൃത്യത, ആധാറും ബാങ്ക് അക്കൗണ്ടും തമ്മിലുള്ള ലിങ്കിങ് കൃത്യമാണോ എന്ന് പരിശോധിക്കുക. സാങ്കേതികമായ ഇത്തരം പുതുക്കലുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നത് വഴി പണം നിങ്ങളുടെ അക്കൗണ്ടിൽ സുരക്ഷിതമായി എത്തിച്ചേരും. മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന ഓരോ കർഷകനും അർഹമായ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ കർഷകരായ സുഹൃത്തുക്കളിലേക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സർക്കാർ അപ്ഡേറ്റ്സുകൾ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് കാണുന്നത് എങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.